ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ലാമിക്കുട്ടൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ ഉണ്ടായ പുതിയ ആടുംകുട്ടിയാണ്. നമ്മളെ വീട്ടിലെ ഏറ്റവും പുതിയ അതിഥിയാണ്. ഭയങ്കര ക്യൂട്ടായിട്ട് സുന്ദര കുട്ടപ്പനായിട്ട് അതാ മൈമുനാത്താൻ്റെ കയ്യിൽ ഇരിക്കുകയായിരുന്നു. ഇന്നതാ തള്ളാടിൻ്റെ അടുത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാനും ഭയങ്കര ഒരു സ്നേഹം തോന്നിയിട്ട് ഞാനിങ്ങനെ തടവി തലോടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തുള്ള ആളിൻ്റെ കയ്യിലെന്തോ കഴിക്കാനുണ്ടെന്ന് വിചാരിച്ചിട്ട് ഓടി വന്ന് കൈയൊക്കെ കടിക്കാൻ തുടങ്ങിയേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ലേശം കാലിത്തീറ്റ വാരിയിട്ട് രണ്ടാക്കും കൂടെ വെച്ച് കൊടുത്തു. ഒന്നും കൊടുക്കാതെ പോരുന്ന മോശമല്ലേ. പക്ഷെ അവർക്ക് മതിയായിട്ടൊന്നുമില്ല. ഞാനവിടുന്ന് വെല്ലെ രക്ഷപ്പെട്ടു പോന്നു കേട്ടോ. നമ്മളെ പശുക്കളൊക്കെ വെള്ളം കുടിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ലാമിക്കുട്ടൻ്റെ ഉപ്പച്ചിയും മൈമുനാത്തയും കൂടെ വെള്ളം കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. വെള്ളമൊക്കെ കാലിത്തീറ്റയും പിണ്ണാക്കും വെള്ളമൊക്കെ അവിടെ സെറ്റാക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക, കൊതിയോടുകൂടി നോക്കി നിൽക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇവിടെ കുറച്ച് ആൾക്കാർ ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുക്കുന്നവരുണ്ട്. അങ്ങനെ ഞാൻ അവിടുന്ന് എല്ലാവരോട് ടാറ്റ പറഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് ഒരു സ്ഥലം വരെ പോവുക കേട്ടോ. രണ്ടിൽ അമ്മിക്കുട്ടി ഇക്കാക്കയൊക്കെ ഉണ്ട്. നമ്മുടെ ക്യാമറാമാൻ ഇക്കാക്ക ആയതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ അത്ര തൃപ്തിയൊന്നും ആയിട്ടില്ല. പക്ഷേ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാനിത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. പിന്നെ വണ്ടി ഓടിക്കുന്ന കണ്ടിട്ട് എല്ലാവരും അന്തം വിടുമൊന്നും വേണ്ട, ഞാൻ മുന്നേ വണ്ടി ഓടിക്കുന്ന ആളാണ്. പിന്നെ ഇതിൻ്റെ തമ്പനയിലൊക്കെ വെറുതെ ഒരു രസത്തിന് വെച്ചതാട്ടോ, അതുകൊണ്ടൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. ഞങ്ങൾ കഞ്ഞിവെള്ളത്തിൻ്റെ പാത്രം ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി വന്നതായിരുന്നു. അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണേ. വണ്ടിയൊക്കെ എടുത്തിട്ട് ലാമിക്കുട്ടി ഇത്താത്ത ഇക്കാക്കയൊക്കെ അവിടെ ഉമ്മമ്മാൻ്റെ വീട്ടിലേക്ക് പോയി. ഞാൻ ഒറ്റയ്ക്ക് തിരിച്ച് പോവുക കേട്ടോ. ഇങ്ങനെ അടിച്ച് വിട്ട് വണ്ടി എടുത്ത് തിരിച്ച് പോയി. ഞാൻ വണ്ടിയും കൊണ്ട് വരുന്ന സമയത്ത് പകുതി വഴിയിലെത്തിയപ്പോൾ കുറച്ച് ആൾക്കാരെ കണ്ടു കേട്ടോ. ഇങ്ങനെ ഈ ആൾക്കാരെ ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. ഇവരൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ ആട്ടി പോയിടാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആട്ടി. ഇവരെ കണ്ട് തിരക്കിട്ട് ഇറങ്ങി വന്ന സമയത്ത് ഞാനിതാ വണ്ടീൻ്റെ ഡോറ് വരെ അടയ്ക്കാൻ മറന്നിരുന്നു കേട്ടോ. നല്ല മഴ പെയ്തൊരു സമയമാണ്. അങ്ങനെ ഞാൻ ഓടി വന്ന് വണ്ടിയിൽ കയറി വണ്ടി എടുത്തിട്ട് അവിടുന്ന് പിന്നെയും പോന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കൂടെ ആരും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പുറത്ത് ഒരു കൈ കൊണ്ട് കുറച്ച് സമയമൊക്കെ പിടിച്ച് നോക്കി. പക്ഷേ നടക്കുന്നില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. തിരിച്ച് ഫാമിലേക്ക് തന്നെയാണ് പോണത്. ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഒറ്റ കയ്യിൽ ഫോൺ പിടിച്ച് വണ്ടി ഓടിക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ചെരിഞ്ഞൊക്കെ പോയത്. പിന്നെ ഇത് റിസ്ക്കാന്ന് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുക്കലൊക്കെ നിർത്തി. ഞാൻ വണ്ടിയൊക്കെ അവിടെ വെച്ച് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തിരിച്ച് ലാമിൻ്റെ അടുത്തേക്ക് തന്നെ വരികയാണ് കേട്ടോ. വണ്ടി അവിടെ വെച്ചത് ലാമിൻ്റെ ഉപ്പച്ചിക്ക് പാൽ കൊണ്ടുപോകുന്ന സമയത്ത് വണ്ടി ഇല്ലാണ്ട് പറ്റില്ല. അപ്പം ഞാൻ നടന്ന് പോരുകയാണ്. അപ്പം ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ സ്ഥലങ്ങളുണ്ടോ, ഡെയിലി കാണുന്ന ആൾക്കാർക്ക് ഇത് അത്ര ഒരു വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല. പക്ഷേ അടിപൊളി സ്ഥലം അല്ലേ. എന്താ ഭംഗി. മലയൊക്കെ കണ്ടോ. ഇങ്ങനെ ഇപ്പോൾ ചെറിയൊരു മഴ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്, അതുകൊണ്ടാണ് ആ ഒരു വിഷ്വലിന് അത്രയും ഭംഗി. പിന്നെ തേയിലത്തോട്ടവും കൂടെ അല്ലേ, അപ്പോൾ പിന്നെ പറയണ്ടല്ലോ. അപ്പുറത്തൊക്കെ വലിയ മലയൊക്കെയാണ് കേട്ടോ. ആ മലേൻ്റെ മുകളിൽ മേഘം താഴ്ന്ന് ഇറങ്ങി വന്നതാണോ തിരിച്ച് താഴ്ന്ന് മേലേക്ക് പോവുകയാണോ എന്നറിയില്ല. എന്തായാലും നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ കുറച്ച് ആൾക്കാർ ഇതവിടെ നമ്മളെ സ്വന്തം ആൾക്കാർ ഇതിനിടയിൽ പുല്ല് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ അവരെയൊക്കെ കണ്ട് ഞാൻ എന്തായാലും തിരിച്ച് അവിടുന്ന് നടന്ന് ഞാനിങ്ങ് പോന്നു കേട്ടോ. പോരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നടന്ന് ഞാനിങ്ങ് എത്തുന്നവരെയും വീഡിയോ എടുക്കാനുള്ള വിഷ്വൽസ് ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മളെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിപ്പോയാൽ കാണുന്ന ആൾക്കാർക്ക് ബോറടിക്കുമല്ലേ. അപ്പോൾ ആരെയും ബോറടിപ്പിക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ കുറേ എടുത്ത വീഡിയോസ് തന്നെ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. എല്ലാവർക്കും ഫ്രീ ആകുന്ന സമയത്ത്, വെക്കേഷൻ ആകുമ്പോൾ അല്ലെങ്കിൽ കാലാവസ്ഥയൊക്കെ നല്ലതാകുന്ന സമയത്തൊക്കെ ഈ വഴിക്കൊക്കെ വന്നാൽ ഇങ്ങനെയുള്ള ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ നേരിട്ട് കാണാം, ഫ്രീ ആയിട്ട് കാണാം. ഇവിടെ ഒന്നും പിന്നെ പൈസ മുടക്കൊന്നുമില്ല അതൊന്നും നമുക്ക് കാണുന്നതിന് കേട്ടോ. കണ്ടില്ലേ എന്താ അടിപൊളി മല, എന്താ അടിപൊളി തോട്ടം, എന്താ അടിപൊളി വിഷ്വലല്ലേ.
ഞാനെടുത്ത വീഡിയോ ആയതുകൊണ്ട് പൊക്കി പറയുന്നതല്ല കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ ഭംഗിയാണ്. ഇതാരെടുത്താലും ഇതേ ഭംഗി കിട്ടും, അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും ഭംഗി കിട്ടും. നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറേ സമയം വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞാൻ വലിയ ലാമിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നേ. ഇത് നമ്മൾ ഏകദേശം ഇവിടെ ഇതാണ് ഇവിടുത്തെ അംഗൻവാടി കേട്ടോ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലാമിപ്പം നിൽക്കുന്നത്. ലാമിൻ്റെ മൂത്താപ്പയുണ്ട്, അമ്മായിയുണ്ട്, ഉമ്മാമ്മയുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഇവിടുത്തെ ഷെഡ്. ഈ ഷെഡിനൊരു സ്പെഷ്യൽ പേരൊക്കെ ഉണ്ട്, അത് എന്തായാലും ഞാനിതിൽ പറയുന്നില്ല. ഇനി ഇത് കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. ഒരുപാട് കഥകളും പിന്നെ പരാതികളും പരിഭവങ്ങളും അത് ഓരോരുത്തർ വന്നിരിക്കുമ്പം ചർച്ചകളും ഒക്കെ കടന്നു പോയൊരു ഷെഡാണത്. അങ്ങനെ കുറേ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കണ്ട് ഇന്നത്തെ വീഡിയോ ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. ലാമിക്ക് ഉമ്മച്ചിനെ കണ്ടപ്പോൾ സന്തോഷവും സങ്കടവും എല്ലാം കൂടെ ഒപ്പം വന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ലാമിൻ്റെ അടുത്ത് എത്തി. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.